ഒരു സ്ത്രീ എന്ന നിലയിൽ ഇവിടെ ഞാൻ മാറ്റി നിർത്തപ്പെട്ടു. ഈ വിവേചനം എനിക്ക് മനസ്സിലായില്ല. ബന്ദിപ്പൂർ വനത്തിൽ 3-4 ആനകളെയും കുറേ മാനുകളെയും ഒക്കെ കണ്ടു. പുത്തേട്ട് ട്രാവൽ വ്ലോഗിൻ്റെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കർണാടകയിലെ മാണ്ഡ്യ എന്ന സ്ഥലത്തു നിന്നും പഞ്ചസാര ലോഡ് കയറ്റുന്നതും ലോഡ് കയറ്റി ബന്ദിപ്പൂർ വനത്തിൽ കൂടി വന്ന് നാടുകാണി ചുരം വഴി നാട്ടിലേക്ക് പോകുന്നതുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ കാശ്മീർ യാത്രയുടെ 22ാം ദിവസമാണിന്ന്. ഇന്നലെ രാവിലെ തന്നെ ഞങ്ങൾ പ്ലൈവുഡിൻ്റെ ലോഡുമായി ബാംഗ്ലൂർ എത്തിയതായിരുന്നു. 2 സ്ഥലത്തായിട്ടായിരുന്നു ലോഡ് ഇറക്കേണ്ടത്. ഒരു സ്ഥലത്താണെങ്കിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടി. ഇടുങ്ങിയ സ്ഥലവും വീതി കുറഞ്ഞ റോഡുമൊക്കെ ആയിരുന്നു. എന്തായാലും 2 സ്ഥലത്തും ഒരു ദിവസം തന്നെ ലോഡ് ഇറക്കി കിട്ടി. അതുതന്നെ വലിയ കാര്യം. ഇനിയിപ്പോൾ മാണ്ഡ്യ എന്ന സ്ഥലത്തു നിന്നും ലോഡായിട്ടുണ്ട്. പഞ്ചസാരയാണ് ലോഡ്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചങ്ങനാശ്ശേരിക്കാണ് നമുക്ക് ലോഡ് കിട്ടിയിരിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം 100 കിലോമീറ്ററോളം ദൂരമുണ്ട് മാണ്ഡ്യയിലേക്ക്. കേരളം പോലെ തന്നെയാണ് കർണാടകയിലെ ഗ്രാമപ്രദേശങ്ങളും. നിറയെ തെങ്ങുകളും കൃഷിസ്ഥലങ്ങളുമൊക്കെയാണ്. വിവിധ സ്ഥലങ്ങളിലേക്ക് കരിക്ക് കൊണ്ടുപോകാനായി വന്ന പിക്കപ്പുകളൊക്കെ തെങ്ങിൻ തോപ്പുകളിലൊക്കെ ലോഡ് കയറ്റാനായിട്ട് വന്ന് കിടപ്പുണ്ട്. നമ്മുടെ കേരളത്തിലേക്കാൾ ഇപ്പോൾ തെങ്ങുകളൊക്കെ ഉള്ളത് തമിഴ്നാട്ടിലും കർണാടകയിലുമാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ലോഡ് കയറ്റേണ്ട കമ്പനിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. കുറച്ച് സമയം ഞങ്ങൾ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ടിരുന്നു. ഇപ്പോൾ നമ്മുടെ ലോഡ് കയറ്റേണ്ട സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വണ്ടി എടുത്ത് ലോഡ് കയറ്റാനായി കമ്പനിയുടെ അകത്തേക്ക് പോവുകയാണ്. വണ്ടിയുടെ വെയിറ്റൊക്കെ നോക്കിയിട്ടാണ് ലോഡ് കയറ്റുന്നത്. അതുകൊണ്ട് വണ്ടിയുടെ വെയിറ്റ് നോക്കാനായി വേ ബ്രിഡ്ജിലേക്ക് വണ്ടി കയറ്റുകയാണ്. വേ ബ്രിഡ്ജിൽ വണ്ടി കയറ്റിയിട്ട് ഡ്രൈവറും വെളിയിലിറങ്ങി നിൽക്കണം. ഞാൻ ഇറങ്ങി വന്നപ്പോഴേക്കും പുറകെ സെക്യൂരിറ്റിക്കാരൻ ഓടി വന്നു. ഇവിടെ കമ്പനിക്കകത്ത് ലേഡീസ് അലൗഡ് അല്ല എന്ന് പറഞ്ഞു. എന്നോട് പുറത്ത് ഇറങ്ങി നിൽക്കണമെന്ന് പറഞ്ഞു. ഒരു ലേഡിയാണ് വണ്ടി ഓടിച്ചിരുന്നതെന്ന് അവർക്ക് ആദ്യം മനസ്സിലായില്ലായിരുന്നു. കാരണം അവർ ശ്രദ്ധിച്ചില്ല. ആദ്യമായിട്ടായിരുന്നു ഈ കമ്പനി ഒരു ലേഡി ട്രക്ക് ഓടിച്ചു വരുന്നത്. ഈ കമ്പനിക്കകത്ത് ലേഡി ഡ്രൈവേഴ്സിനെ കടത്തിവിടില്ല. അത് അവരുടെ കമ്പനി റൂളിന് എതിരാണെന്നാണ് അവർ പറഞ്ഞത്. ഈ വിവേചനം എനിക്ക് മനസ്സിലായില്ല. കാരണം ഇന്ന് എല്ലാ മേഖലയിലും പുരുഷന്മാർക്കൊപ്പം സ്ത്രീകളും ജോലി ചെയ്യുന്നുണ്ടല്ലോ. ഒരു സ്ത്രീ എന്ന നിലയിൽ ഇവിടെ ഞാൻ മാറ്റി നിർത്തപ്പെട്ടു. അതെനിക്ക് വല്ലാത്ത വിഷമമുണ്ടാക്കി. കാരണം എനിക്ക് ഈ കമ്പനിയുടെ അകവും ലോഡ് കയറ്റുന്നതുമൊക്കെ കാണണമെന്നുണ്ടായിരുന്നു. വേറൊരു കമ്പനിയിൽ ചെന്നിട്ടും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ല. അതുമല്ല, എന്നാൽ അവിടെ ക്ലീൻ ചെയ്യാനൊക്കെ സ്ത്രീകളുണ്ടായിരുന്നു താനും. എന്തായാലും എനിക്ക് അവർ സെക്യൂരിറ്റി ക്യാബിൻ്റെ അകത്ത് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു. അവരുടെ പെരുമാറ്റമൊക്കെ നല്ലതായിരുന്നു. 4-5 മണിക്കൂറോളം എനിക്കവിടെ ഇരിക്കേണ്ടി വന്നു. പഞ്ചസാര ചാക്കുകളാണ് ഈ അട്ടിയടുക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ലോഡ് കയറ്റാൻ തുടങ്ങി. 50 കിലോ വീതമുള്ള 500 ചാക്ക് പഞ്ചസാരയാണ് കയറ്റുന്നത്. 25 ടണ്ണാണ്. കൺവെയറിങ്ങിൽ കൂടി ലോഡ് കയറ്റുന്നതിനാൽ വളരെ എളുപ്പമാണ് ലോഡ് കയറ്റാൻ. കമ്പനിയിൽ വലിയ തിരക്കൊന്നുമില്ലാതിരുന്നുകൊണ്ട് നേരത്തെ തന്നെ ലോഡ് കയറ്റി ഞങ്ങൾക്ക് പോരാൻ പറ്റി. ഇവിടെ നിന്ന് ശ്രീരംഗപട്ടണ, മൈസൂർ, നഞ്ചങ്കോട്, ഗുണ്ടൽപേട്ടൊക്കെ വന്ന് ബന്ദിപ്പൂർ, ഗൂഡല്ലൂർ, നാടുകാണി വഴിയാണ് നമുക്ക് പോവേണ്ടത്. ബന്ദിപ്പൂർ വനത്തിൽ രാത്രി 9 മണി മുതൽ രാവിലെ 6 മണി വരെ വണ്ടികളൊന്നും കടത്തിവിടില്ല. നേരത്തെ ലോഡ് കയറ്റി പോന്നതുകൊണ്ട് സന്ധ്യ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വനത്തിൽ കയറി. അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ അവിടെ കിടക്കേണ്ടി വന്നേനെ. പകലാണെങ്കിൽ ഇതുവഴിയുള്ള യാത്ര വളരെ രസമാണ്. പകലാണെങ്കിൽ ഇഷ്ടംപോലെ മൃഗങ്ങളെ കാണാം. മാനുകളൊക്കെ കൂട്ടത്തോടെ നടക്കുന്നത് കാണാം. ഇപ്പോൾ മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇരുട്ടായതുകൊണ്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല.
എങ്കിലും 3-4 ആനകളെയും കുറേ മാനുകളെയും ഒക്കെ കണ്ടു. മൃഗങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്നതുകൊണ്ട് ഈ വഴി മുഴുവൻ ബമ്പുകൾ വെച്ചിട്ടുണ്ട്. ഇത്രയും ലോഡും കൊണ്ട് കുത്തുകയറ്റമൊക്കെ കയറി വരുമ്പോഴായിരിക്കും ബമ്പുകൾ വെച്ചേക്കുന്നത്. നല്ല കയറ്റവും ഇറക്കവും വളവുകളും അതുപോലെ 2 ലോറിക്ക് കഷ്ടിച്ചു പോകാനുള്ള വീതിയേ ഉള്ളൂ. കേരളത്തിലേക്കുള്ള പച്ചക്കറികളുമായി ധാരാളം ലോറികൾ പോകുന്നുണ്ട്. അതുപോലെ ബന്ദിപ്പൂരിൽ നിന്നും മസനഗുഡി വഴി നമുക്ക് ഊട്ടിക്ക് പോകാം. 30 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇവിടുന്ന്. മസനഗുഡി വഴിയുള്ള യാത്ര വളരെ രസമാണ്. ഞങ്ങളൊരിക്കൽ കാറിന് അതുവഴി പോയിട്ടുണ്ട്. ഭയങ്കര കയറ്റവും കുറേ ഹെയർ പിൻ ബെൻഡുകളും ഒക്കെ ഉണ്ട്. അങ്ങനെ ബന്ദിപ്പൂർ വനം കഴിഞ്ഞ് നമ്മൾ ഗൂഡല്ലൂരിലേക്ക് കയറി. ഇവിടെ കുറച്ച് ദൂരം നമ്മൾ തമിഴ്നാട് ടച്ച് ചെയ്താണ് പോകുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നാടുകാണി ചുരം ഇറങ്ങി നിലമ്പൂർ വഴിയാണ് പോകുന്നത്. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇനി നമ്മൾ കേരളത്തിലേക്ക്. അങ്ങനെ ഇനിയുള്ള യാത്രാവിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.